അൻസിബ സംസാരിക്കാൻ കയറിയത്. അൻസിബ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് മുന്നേ സംസാരിച്ചത്, തെളിവ് അടക്കം നമ്മളോട് പറയാത്തതുമായ പല കാര്യങ്ങളും ഒരു 10-22 മിനിറ്റ് കൊണ്ട് കൃത്യമായി ആ കുട്ടി സംസാരിച്ചു. ആ സംസാരിച്ചത് നിശബ്ദമായി ശ്വാസമടക്കി മുഴുവൻ അംഗങ്ങളും കേട്ടിരിക്കുകയും അതിന് തിരിച്ചൊരു വാക്ക് പറയാനാവാതെ ഭരണസമിതി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ആ കുട്ടിയുടെ ഒരു കാര്യത്തിന് പോലും അവരെപ്പോഴും മറുപടി കൊടുത്തിട്ടില്ല. ആ കുട്ടി ഉന്നയിച്ച പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് അഴിമതി എന്നുള്ളതല്ല, ഈസി തീരുമാനിക്കാത്തുള്ള പണച്ചെലവ്, ഈസിയുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ലക്ഷങ്ങൾ ചെലവാക്കിയതിൻ്റെ, അത് ആരോട് ചോദിച്ചിട്ട് ചെലവാക്കി, എന്തിനു ചെലവാക്കി, ഇതെന്തിനാ അതായത് സ്വജനപക്ഷപാതം, ഒരു ഭരണസമിതി അംഗത്തിന്റെ ഭർത്താവിന് എന്തുകൊണ്ടാണ് ഒരു കാര്യം കൊടുത്തത് തുടങ്ങിയ ഒരുപാട് കൃത്യമായ ചോദ്യങ്ങൾ. പിന്നെ അതിനകത്ത് എതിർക്കുന്ന ആൾക്കാരെ വർഗീയവൽക്കരിക്കാനും അല്ലെങ്കിൽ അവരെ എതിർപ്പ് നേരിടാനായി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞപ്പോൾ പിന്നീട് അവർ വന്ന് ഇത് അംഗീകരിക്കുമോ, പ്രസിഡന്റാണ് ചോദിക്കേണ്ടത്, റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആനുവൽ ജനറൽ ബോഡി അംഗങ്ങൾ ആരും തന്നെ അനങ്ങിയില്ല. ആരും കൈയടിച്ചില്ല, അനങ്ങിയില്ല, ഒന്നും മിണ്ടാതെ ഇരുന്നു. 2-3 പ്രാവശ്യം ചോദിച്ചു, ആരും അനങ്ങിയില്ല. അവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. വെളിയിലിറങ്ങി അവർ ബാബുരാജിൻ്റെയോ സിദ്ദിഖിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞത് അവർ എന്നോട് പറഞ്ഞതുപോലെ ഇനി മീഡിയയുമായി നമുക്ക് യുദ്ധം നടത്താം, നിങ്ങൾ മീഡിയയിൽ കൂടെയാണല്ലോ ഞങ്ങളെ ഇതാക്കിയത്, അപ്പം മീഡിയയിൽ കൂടി ഇനി ഞങ്ങൾ യുദ്ധം നടത്തിക്കോളാം എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ അവരങ്ങനെ ഒരു നെറേറ്റീവ് മുമ്പോട്ട് വെച്ചായിരിക്കും. പക്ഷേ ഇന്നലെ സംഭവിച്ചത് അതൊന്നുമല്ല. അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് അവർ മുട്ടുമടക്കിയത്. അത് അൻസിബ അവിടെ ഇരുന്ന് അൻസിബയുടെ ഒരു ചെറിയ വിഷയം ലീൽ ചെയ്യാൻ വയ്യാതെ അൻസിബയെ അവിടെ ഒറ്റപ്പെടുത്തിയിട്ട് അൻസിബ അവിടെ നിന്ന് ഇറങ്ങി വന്ന്, അൻസിബയ്ക്ക് അത്ര വലിയ സപ്പോർട്ടും ക്ലൗട്ടും റബ്ബർ സ്റ്റാമ്പും ആയിരുന്നെങ്കിൽ അൻസിബ ആ ഭരണസമിതി അവിടെ ഈ മീഡിയയുടെ മുമ്പിൽ അവർക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. ആ കുട്ടിയെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് അത് പൊതുസമൂഹത്തിനിടയ്ക്ക് വന്ന് സംസാരിച്ചത്. അത് ഇന്നലെ അത് പറയുകയും ചെയ്തു. എന്നെ വേറെ തരത്തിൽ എന്നെ എല്ലാവരുടെ അടുത്തും എത്തിക്കും, ഞാൻ തെളിവായിട്ട് നടക്കേണ്ടി വരില്ലായിരുന്നോ എന്ന് ആ കുട്ടി ചോദിക്കുകയും ചെയ്തു. അപ്പം ആ കുട്ടിയുടെ സംഭാഷണം വളരെ കൃത്യമായിരുന്നു, സ്പഷ്ടമായിരുന്നു, സ്ഫുടമായിരുന്നു, ഹൃദയസ്പർശിയായിരുന്നു. ആൾക്കാർക്ക് കണ്ണു നിറയുന്ന തരത്തിൽ ആ കുട്ടി സംസാരിച്ചു. അത് അനുഭവിച്ച കാര്യങ്ങളും വേട്ടയാടലിനെ കുറിച്ചുമെല്ലാം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അൻസിബയോടൊപ്പം നിന്നു. ഇവർക്കൊന്നും പറയാൻ വയ്യാതെ ഇവർ ഇറങ്ങി വന്ന് ബാബുരാജിൻ്റെ ഇടവേള ബാബുവിൻ്റെ സിദ്ദിഖിൻ്റെ പേര് പറയുന്നതിനോടൊപ്പം അൻസിബ എന്നും കൂടെ ഒരു പേര് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്ന് വെച്ചാൽ അത്രയും അൻസിബയുടെ ശക്തമായ ഇടപെടലാണ് അൻസിബ കൂടെ ഉണ്ടായിരുന്ന ഭരണസമിതിയെ മുട്ടുകുത്തിക്കാനായിട്ട് കാരണമായത് എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ കണ്ടത് അതൊക്കെയാണ്.